ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 14-ാം തിരുവചനം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. തപസ് കാലഘട്ടത്തില് എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ടും വിട്ടുകൊടുക്കുവാനായിട്ടും നിന്നെ ഈശോ ക്ഷണിക്കുക. ഈ ക്ഷണിക്കുന്ന ഈശോ പറയാണ്, നീ മറ്റുള്ളവരുടെ കുറവുകൾ മറക്കുകയാണെങ്കിൽ നിന്റെ സകല കുറവുകളും ഈശോ മറന്നറിയുന്നു, നിന്നെ ചേർത്ത് പിടിക്കുന്നു. നിന്നോട് ഈശോ ആവശ്യപ്പെടുന്നത് ഈ ഈശോയുടെ മാർഗം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഈ ഈശോ കാണിച്ചു തന്ന മാതൃക ജീവിതത്തിലേക്ക് എടുക്കാനാണ്. അതാണല്ലോ നമ്മുടെ ഹൃദയത്തിൽ വരുത്തേണ്ട പരിവർത്തനം. ഈശോയുടെ ശൈലി സ്വീകരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടും. നല്ലവനായ കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയാണ്. പക്ഷെ എല്ലാവരും പരിപൂർണമായിട്ട് ക്ഷമിക്കുവാനും എല്ലാം വിട്ടുകൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നന്മകളും നൽകി അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ കുമ്പിട്ടാരാധി